സാധ്യത വലിയ പ്രതിഷേധത്തിനിടയിലും രാഹുൽ വാഹനത്തിന് പുറത്തിറങ്ങി ഉദ്ഘാടന വേദിയിലേക്കാണോ അദ്ദേഹം പോയത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി ആണ് ഒരു ഫ്ലെക്സ് വെച്ച് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഒരു പരിപാടിയിലേക്ക് വരുന്നത്. ഇത് ഡിവൈഎഫ്ഐയും BJP-ക്കാരും തടഞ്ഞു. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഈ വാഹനത്തിന് മുൻപിൽ ഏറെ നേരം ഉപയോഗിച്ചത്. അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഓരോ വീടുകളിലും കയറി അദ്ദേഹം സ്ത്രീകളോട്, വീട്ടിലുള്ള ആളുകളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നതെങ്കിലും വലിയ ഒരു പ്രതിഷേധം തന്നെ നിലനിന്നപ്പോൾ UDF പ്രവർത്തകർ അദ്ദേഹത്തെ കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വലിയ ഒരു സംഘർഷാവസ്ഥ ഈ നിലവിലില്ല. എന്തായാലും UDF-ന്റെ മുസ്ലിം പക്ഷയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവിടെയാണ് അദ്ദേഹം വന്നത്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണോ അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കുന്നത്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ശരി, ഞാൻ സാധ്യതയിലേക്ക് വരാം. എന്തായാലും ഈ ശക്തമായ പ്രതിഷേധത്തിനിടയിലും ഓരോ വീട്ടിലും ചെന്ന് അവിടെയുള്ള സ്ത്രീകളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ കുശലാന്വേഷണം പങ്കുവയ്ക്കുകയാണ്. അവരോട് വളരെ ചിരിച്ചുകൊണ്ട് സൗമ്യനായി സംസാരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് മടങ്ങുന്നത്. വലിയ പ്രതിഷേധം ഉയർന്നിട്ടും അവരോടുള്ള ഒരു വെല്ലുവിളി എന്ന രീതിയിൽ തന്നെ വേണം ഇതിനെ കാണാൻ. എത്രയധികം പ്രതിഷേധമുണ്ടായാലും താൻ ഒരു MLA ആണ്. MLA എന്ന നിലയിൽ എല്ലാ കാര്യത്തിലും ഇടപെടും, ചടങ്ങുകളിൽ പങ്കെടുക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സമീപനം. പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അതായത് ഫ്ലക്സ് അടക്കം അടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയത്. രാഹുൽ വലിയ പ്രതിഷേധമാണ്. രാഹുല് ഇപ്പോഴെന്തായാലും അദ്ദേഹം കുറച്ചു കഴിഞ്ഞ് പ്രതികരിക്കാം എന്നാണ് പറയുന്നത്. നിരവധി UDF-ന്റെ പ്രവർത്തകർക്കൊപ്പമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് പോകുന്നത്. ഈ ത്രിയായിനി പഞ്ചായത്തിലെ കൂഴിത്തോടെ ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു.